ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ സുമ്മഖാൽ മുഹാസബി റളിയല്ലാഹു അൻഹു മഅദ കലാമിൻ തവീൽ ഹസനിൻ, നല്ലതായ ദീർഘമായ ഒരു സംസാരം സംസാരിച്ച ശേഷം മുഹാസബി എന്നവർ പറയാണ് ദക്കറബിഹി സ്വഹാബത്ത റളിയല്ലാഹു അൻഹു, അതിൽ സ്വഹാബത്തിനെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. എന്താണ്? കാലുൽ മസ്കനത്തി മുഹിബ്ബീന, സാദുത്രം ഇഷ്ടപ്പെട്ടവരായിരുന്നു അവർ, ഡംബില്ല. വമിൻ ഖൗഫിൽ ഫഖരി മുഹിബ്ബീന, പിന്നെ വമിൻ ഖൗഫിൽ ഫഖരി ആമിനീന, ദരിദ്രം വരുമെന്ന പേടിയെ തൊട്ട് നിർഭയത്വമുള്ളവരാണ് അവർ. ദാരിദ്ര്യം പേടിയില്ല, മിസ്കീന്മാരെ ഇഷ്ടപ്പെടുന്നവരാണ്. വബില്ലാഹി തആല ബിഅർസാഖിഹിം വാസിഖീന, അവർക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം അല്ലാഹനെ കൊണ്ടർപ്പിക്കുന്നവരാണ്. വമഖാദിരില്ലാഹി അസ്സ വജല്ല മസ്റൂരീന, അല്ലാഹ് എന്തെല്ലാം അവരിൽ നടപ്പാക്കുന്നു കണക്കാക്കുന്നു അത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ സന്തോഷമുള്ളവരാണവർ. വബിൽ ബലായി, ബലാഉം പരീക്ഷണം, റാദീന ഇഷ്ടമുള്ളവരാണവർ. വബിർ റഖായി, സുഖത്തിൽ അവര് ഷാക്കിരീന നന്ദി ചെയ്യുന്നവരാണ്. വബിൽ ദർറായി, ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിൽ സ്വാബിരീന ക്ഷമിക്കുന്നവരാണവർ. വബിൽ സർറായി, സന്തോഷവേളയിൽ ഹാമിദീന അല്ലാഹനെ സ്തുതിക്കുന്നവരാണ് ഇവർ. ഇതാണവർ. ഇതോടുകൂടെ അവർ അള്ളാഹുവിന് വിനയം ചെയ്യുന്നവരുമായിരുന്നു സ്വഹാബത്ത്. അവിടെ സ്വന്തം ശരീരത്തിനേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യമാണ് അവർ തെരഞ്ഞെടുത്തിരുന്നത്. സ്വത്തിഷ്ടം പോലുണ്ടാവുക, അല്ലെങ്കിൽ മേൽമത്രം, ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെ തൊട്ട് സൂക്ഷ്മയുള്ളവരായിരുന്നു അവർ. അവർക്കെങ്ങാനും ദുനിയാവ് നേരെ ചെല്ലുകയാണെങ്കിൽ അവർക്ക് മുഷിപ്പാൻ. ദരിദ്രം അവർക്ക് മുന്നിട്ട് വരികയാണെങ്കിൽ ഖാലു മർഹബൻ ബിശ്ശിആരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുടെ അടയാളമാണതെന്ന് പറഞ്ഞ് അവർ സ്വാഗതം ചെയ്യുമായിരുന്നു. ഇതാണ് സ്വഹാബത്ത്. ഫബില്ലാഹി അലൈക കദാലിക അൻത, അള്ളാനെ കൊണ്ട് വെച്ച് ഞാൻ പറയും നിന്റെ കാര്യം ഓർത്തോ, നിന്റെ മേൽ നിർബന്ധമാണ്. അകദാലിക അൻത, നീ അങ്ങനെയാണോ? ആലോചിക്കണോ? എന്നിട്ടാണോ സ്വഹാബത്തിനെ പിടിച്ച് തെളിവാക്കി നിന്റെ തോന്നിവാസം തെളിവാക്കണം എന്നല്ലേ മഹാൻ പറഞ്ഞതിന്റെ അർത്ഥം? വല്ലാഹി ഇന്നക ലബഈദു ശബീബിൽ ഖൗം, ഈ മഹാന്മാരുമായി നിന്റെ താരതമ്യപ്പെടുത്തൽ വളരെ അകലെയാണ് മനുഷ്യ, തീർച്ചയായിട്ടും സത്യം തന്നെയാ. മഹാരഥന്മാരുടെ ആളുകൾ, ആ മഹാരഥന്മാരുടെ അവസ്ഥകൾ എങ്ങനെയാണോ അതിന് നേരെ എതിരല്ലേ നിന്റെ അവസ്ഥകൾ. നീ ഐശ്വര്യമുണ്ടാകുന്ന സമയത്ത് വടക്കായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല സുഖം വരുമ്പോ അഹങ്കരിക്കുകയാണ്. നിഅമത്ത് കൊണ്ട് കിട്ടും അഹങ്കരിക്കുകയും. നല്ല സന്തോഷം നിന്റെ മനസ്സിലേക്ക് വരുമ്പോ നല്ല ആഹ്ലാദം. മഹാന്മാരായിരിക്കുന്ന ആൾക്കാർ നിഅമത്ത് കിട്ടുമ്പോൾ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ആ നിഅമത്തിന്റെ നന്ദിയെ വീട്ടിൽ നിന്ന് തൊടുന്ന സമയത്തും നീ അശ്രദ്ധനാൻ. നിഅമത്ത് വന്നിട്ടുണ്ട്, നന്ദിയില്ല. രോഗങ്ങളും മറ്റു പല കാര്യങ്ങളും വരുമ്പോൾ നീ ആശമറിയുന്നവനാണ്, നിനക്ക് റഹ്മത്തിലേക്ക് കൊതിയില്ല. അല്ല പരീക്ഷിക്കുമ്പോൾ ദേഷ്യമാണ് നിനക്ക്. അല്ല വിധിച്ചത് കൊണ്ട് നീ ഇഷ്ടപ്പെടാത്തവരുമാണ്. ദരിദ്രം നീ ഭയപ്പെടുകയും പേടിക്കുകയുമാണ്. സാധുത്രം എന്ന് നിനക്ക് ലജ്ജയായി മാറുകയാണ്, വെറുപ്പാണ്. സമ്പത്തിനെ വാരി കൂട്ടുന്നു. എന്തിന്? ദുനിയാവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, ആ ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടി. അതിന്റെ പുഷ്പങ്ങൾക്ക് വേണ്ടി. അതിന്റെ വികാരങ്ങൾക്ക് വേണ്ടി. അതിന്റെ രസങ്ങൾക്ക് വേണ്ടിയിട്ട് വാരിക്കൂട്ടുകയാണ്. അള്ളാഹു അവർക്ക് അനുവദിച്ചു കൊടുത്ത കാര്യത്തിൽ സ്വഹാബത്ത് നിന്നേക്കാൾ സായിദായിരുന്നു. അതൊക്കെ അവർ ഒഴിവാക്കിയിരുന്നു. എന്ത് കാര്യത്തിൽ? നീ ആയത് ഫീമാ ഹറമല്ലാഹു അലൈക, അള്ള നിനക്ക് ഹറാമാക്കിയ കാര്യത്തിൽ നീ എങ്ങനെയാണോ സാഹിദായത് അതിനേക്കാൾ അള്ള അവർക്ക് അനുവദിച്ച കാര്യത്തിൽ അവർ സാഹിദായിരുന്നു. ചെറിയൊരു സന്തോഷത്തിന് അവര്
നീ വലിയ വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ട് അഹങ്കരിക്കുമ്പോൾ അതിനേക്കാൾ ചെറിയ ചെറിയ രസം വരുമ്പോഴേക്കും അതവർക്ക് കഠിനമായി ശക്തമായി കണ്ടവരായിരുന്നു. ഫലൈത അത്വയബ അംവാലിക വഅഹല്ലഹ മിസ്ലു സുബ്ഹാത്തി അംവാലിഹിം. നിന്റെ നല്ലതായിരിക്കുന്ന സ്വത്ത് ആയേക്കാം, നീ അനുവദിച്ചെടുത്ത സ്വത്ത് ആയേക്കാം, അവരുടെ സ്വത്തിൽ നിന്ന് തിരിച്ചറിയാതെ ശുഭയുടെ സ്വത്ത് മാറ്റിവെച്ചു. അങ്ങനതുപോലെയായിരിക്കാം എന്റെ ഹലാലും ഹറാമൊക്കെ. നിന്റെ ദുഷിച്ചതായിരിക്കുന്ന പ്രവർത്തികൾ അത് നീ ഇട്ടം വെക്കുന്നവനായേക്കാം. കമാസ്വമിനസനാതിഹിം, സ്വഹാബത്ത് അവിടെ നന്മകൾ വെച്ചിഷ്ടം വെച്ചതുപോലെ, അവർ നല്ലോണം പ്രേമിച്ചതുപോലെ നീ തെറ്റിനെ പ്രേമിക്കുന്നവനായേക്കാം. അലാ തഖബൽ, നീ സ്വീകരിക്കുന്നില്ലേ? വലൈത സൗമക, നിന്റെ നോമ്പായേക്കാം. മിസ്ലു ഇഫ്താരിഹിം, അവർ നോമ്പ് നോറ്റ് മുറിച്ചാൽ എങ്ങനെയാ അതുപോലെ നിന്റെ നോമ്പ്, അവർ നോമ്പിന് സമാനമല്ല നിന്റെ നോമ്പ്. വസഹറക മിസ്ലു നൗമിഹിം, നിന്റെ ഉറക്കയ്ക്കിടക്ക് അവർ ഉറങ്ങുന്നത് പോലെയായിരിക്കും. അവർ ഉറക്കില്ല, അവർ ഇബാദത്തിലാണ്, അതുപോലെ നീ ഉറക്കൊഴിക്കണം, ഇബാദത്തില്ല നിനക്ക്. വലൈത ഹസനാതിക, നിന്റെ നന്മകളൊക്കെ ആയേക്കാം. മിസ്ലുവായിദത്തിൻ മിൻ ഹസനാതിഹിം, അവിടെ നന്മകൾ പാടുണ്ട്, അത് ഒന്നുപോലെയായിരിക്കാം. എല്ലാം കൊണ്ട് നീ കുറവാണ്, സ്വഹാബത്തിനെ പോലെ നീ എവിടെയും എത്തിയിട്ടില്ല. വൈഹക്ക, നിന്റെ കേടേ. യംബഗിലക, നിനക്ക് അത്യാവശ്യമായി മാറുന്നു. അൻതറുല്ലാബിൽ ബലിഗതി, കിട്ടിയതെന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെടുക നീ. വതഅതബിറബിദൽ അംവാൽ, സ്വത്തുള്ള ആൾക്കാരെ കണ്ട് നീ പാഠം ഉൾക്കൊള്ളുക. ഇതാ വഖിബിസ്സുആൽ, നാളെ മഹ്ശറ ലോകത്ത് ചോദ്യത്തിന് വേണ്ടി അവർ നിർത്തപ്പെടുകയാണെങ്കിൽ എന്താ അവസ്ഥ ആലോചിച്ചോ. ആദ്യത്തെ റയിൽ നീ മുൻകടക്കേണ്ടി വരും. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ കൂട്ടത്തിലായ ആദ്യത്തെ സംഘത്തിൽ മുൻകടക്കണം. ആദരെ നീ ആലോചിച്ചു നോക്ക്. ലാ ഹബ്സ അലൈക വലാ ഹിസാബ, നിന്നെ തടയുന്നില്ല, നിനക്ക് വിചാരണയുമില്ല. അവർ നിലപാടിലൂടെ നബിന്റെ കൂട്ടത്തിൽ ആദ്യ സംഘത്തിൽ തന്നെ നിനക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടോ? എന്നാ നീ ആലോചിച്ച് ശരിക്ക് ജീവിച്ചോ. ഇതല്ലേ മഹാൻ പറഞ്ഞ ഉപദേശം എന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര ഉപദേശിക്കണമെങ്കിൽ ഈ മഹാന്മാർ എവിടെ എത്തണം? നമ്മോടെ ഈ പറയുന്നത് ഞാനടക്കം ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാരോട് നാടന്മാര് പിന്നെയല്ലേ. വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? യദ്ഖുലുൽ ഫുഖറാഉൽ ജന്നത ഖബ്ലൽ അഗ്നിയാഇ ബി500 ആം, 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമ്പന്നന്മാർ സ്വർഗത്തിലേക്ക് പോകും. മുമ്പ് 500 വർഷം മുമ്പ് സ്വർഗത്തിലേക്ക് സാധുക്കൾ പോകുമെന്ന് അല്ല പറഞ്ഞതാ, റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. അതുകൊണ്ട് അതിൽ പെടണോ ഈ പറഞ്ഞ കാര്യക്കോർത്തോ. അല്ല, നിന്റെ കാട്ടിക്കൂട്ടലുകൾക്കും നിന്റെ തോന്നിവാസങ്ങൾക്കൊക്കെ സ്വഹാബത്തിന് മഹാരഥന്മാരായ ആൾക്കാർ ലക്ഷ്യം പിടിക്കണ്ട. അവരുടെ ജീവിതം എന്താന്ന് മനസ്സിലാക്കിയില്ലേ. ഇന്താ കലാമുൽ മുഹാസബി റഹിമഹുല്ലാഹു തആല വഹാദാ ബഅദ് കലാമിഹി. എത്രയോ മഹാൻ പറഞ്ഞിട്ടുണ്ട്, അത് സ്വല്പമാണ് ഇവിടെ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, ഇത് നമുക്ക് ഉപകാരം ചെയ്യട്ടെ. ഉഖ്റവിയ ലോകത്ത് നമ്മെ ഈ മഹാരഥന്മാരോട് കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ശരിയായി മനുഷ്യനെ പഠിച്ച് തഖ്വയോടുകൂടി അല്ലാഹുവിലേക്ക് അടുത്ത് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഖാല ബഅദു ശുയൂഖിൽ കിബാർ, വലിയ ശൈഖന്മാരിൽ ചിലർ പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, നബി തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്, മഹാഭാഗ്യം. നബിനെ സ്വപ്നം കാണണം. അത് കാണണമെങ്കിൽ അങ്ങനത്തെ ആളായിരിക്കണം. ഏതായാലും വലിയൊരു മഹാനാണ് അയാൾ പറയാൻ നബിനെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു ഹദീസ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എത്തരത്തിൽ നബി തങ്ങൾ എന്നോട് ഈ ഹദീസ് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനെ കുറിച്ചാ പറയണ വർത്തമാനം? ബി ഫളാഇൽ ഫുഖറാഇ, സാധുക്കളായ ആളുകൾക്കുള്ള ഉന്നതികളെ കുറിച്ച്. വശറഫിൽ ഫഖീരി അൽ ഗനിയ്യി, ധനാഢ്യനേക്കാളും സാധുവായ മനുഷ്യനുള്ള സ്ഥാനം. ഇതൊക്കെയാണ് ആ സ്വപ്നത്തിലൂടെ പ്രവാചക പൂങ്കവർ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നബിതങ്ങൾ പറയുന്നതൊക്കെ നബിന്റെ വാക്കൊക്കെ ശരിക്കും ഞാൻ നിർദ്ദിഷ്ടമാക്കി മനസ്സിലാക്കി വെച്ചു. ഉറക്കിലാണ് സ്വപ്നം കേട്ടോ. എന്താ മഹാൻ പറയുന്നത്? കാലല്ലി, മഹാനായ നബി എന്നോട് പറയാണ്, ഹാസിബുക്ക, നിനക്ക് മതിയോടോ. എന്ത് മതി? അന്ന ആയിഷത്ത റളിയല്ലാഹു തആല അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനായ എന്റെ ഭാര്യയായ ആയിഷ ഉണ്ടല്ലോ, ആ ആയിഷ തദ്ഖുൽ ജന്നത്ത, സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ട്. ഖബല അഗ്നിയ ഇഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമ്പത്തുള്ള കുടുംബക്കാരൊക്കെ പോകുന്നതിന്റെ 500 വർഷം മുമ്പ്. എന്റെ ഭാര്യയാണ്, സാധുവാണ്, മുപ്പത്തിയരുടെ കൂട്ടത്തിലും കഴിവുള്ളവരുണ്ട്. സമ്പത്തുള്ള ആളുകൾ നാളെ സ്വർഗത്തിൽ പോകുന്ന 500 വർഷം മുമ്പേ ആർക്ക് പോകാൻ കഴിയും? ആയിഷ ബിബി പോകും എന്ന കാര്യം നീ മനസ്സിലാക്കിക്കോ. അതും മതിയല്ല നിനക്ക് ചിന്തിക്കാൻ. പിന്നെ ഒന്നിന്റെ മോളാണ്, അന്ന ബിന്ദി ഫാത്തിമത്ത റിദ്വാനുല്ലാഹി തആല അലൈഹ തദ്ഖുലു ജന്നത ഖബല ആയിഷത ബി 40 സന. ഒരു 10 കൊല്ലം കുറവുണ്ട്. എന്റെ മോള് ഫാത്തിമ ആയിഷ സ്വർഗത്തിലേക്ക് പോകുന്നതിന് 40 വർഷം മുമ്പ് ആര് പോകും? എന്റെ മകൾ ഫാത്തിമ സ്വർഗത്തിൽ കടക്കും. ഇതും നിനക്ക് മതിയല്ലോ. അതെന്തേ 10 വർഷത്തിന്റെ അപ്പുറത്തേക്ക് ചാടിയത് മകള്? അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ആര് പോകുന്നത്? അത്ര 40 വർഷം കഴിഞ്ഞിട്ടാ പിന്നെ ആയിഷയിൽ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ അന്നഹ നാലത്ത് മിന ദുനിയ അഖല്ല മിൻ ആയിഷത്ത റളിയല്ലാഹു തആല അലൈഹിമാ. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയേക്കാൾ ദുനിയാവെന്ന് വളരെ കുറച്ച് കിട്ടിയതാണുള്ളൂ മഹദി. എന്റെ മകളെ ആയിഷയേക്കാൾ വളരെ കുറവായി ദുനിയാവെന്ന് കിട്ടിയത്. ആയിഷ വർഷം കൂടിപ്പോയി. അതുകൊണ്ടാണ് 10 വർഷം ഇവിടെ വന്ന് 40 വർഷം കഴിഞ്ഞിട്ട് ആയിഷയും ഫാത്തിമയ്ക്കും ശേഷം പോകുള്ളൂ. മറ്റുള്ള മുതലാളിമാര് പോകുന്നതിന് 500 വർഷം മുമ്പ് പോകുകയും ചെയ്യും. 40, 500. അപ്പൊ എത്രയായി? ഇവിടെ 40 ആണ് അല്ലേ? 400 അല്ല, 40. അപ്പൊ 40 വർഷം മുമ്പ് പോകും ഫാത്തിമ സ്വർഗത്തിലേക്ക്. ഒരു 100 കൂടി ഇല്ല. അപ്പൊ ബാക്കി ഇവിടെ 460 കണക്കുണ്ട്. അതാലോചിച്ച് നോക്കുകയാണ് എന്തുകൊണ്ടത് വന്നത്. ഇത് സാധുക്കൾക്കുള്ള പ്രത്യേകതയാണ്. ആയിഷ ബീവിയേക്കാൾ വളരെ കുറവായി ഫാത്തിമ ബീവിക്ക്. അപ്പൊ ഇതേ സ്വർഗത്ത് പോകാൻ കഴിഞ്ഞു. ആയിഷ ബീവിക്ക് അത്ര പെട്ടെന്ന് കഴിഞ്ഞില്ല. എന്നാൽ ആയിഷ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട ധനാഢ്യന്മാരായ ആളുകൾ പോകുന്നതിനേക്കാൾ മുമ്പ് 500 വർഷം പോകുന്നുണ്ട്. ഈ കാര്യം ആലോചിച്ച് നോക്കാം. ഇതുപോലെ ദരിദ്രമുള്ള സാധുക്കളായ ആളുകൾക്ക് സ്ഥാനമാനം അറിയാൻ എന്ന് സ്വപ്നത്തിലൂടെ നബി എന്നോട് പറഞ്ഞത് ഞാനിവിടെ പങ്കുവെക്കുകയാണ് എന്ന് ബഅദുൽ മശായിഖ്. സാരികളുടെ സ്വപ്നം നല്ലത് തന്നെയാണല്ലോ. ഈ വലിയൊരു നീണ്ട കഥ ഉണ്ട്. നമ്മളൊക്കെ വലിയ വലിയ മൂല്യന്മാരായി തെക്കമുള്ളവരെ നടക്കും. വലിയ ബമ്മാടും കയറ്റി AC വിറ്റുകളികളൊക്കെ അല്ല നോക്കുക. റവീന, നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, അനി ഷെയ്ഖിൽ ആരിഫിൽ ജലീലിൽ മുഅല്ലം അബി അബ്ദുർ റഹ്മാൻ ഹാത്തമിൽ അസം റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ, അന്നഹു ദഖല റയ്യ, മഹാനവറുകൾ റയ്യയിൽ കടന്നുപോയി. വഅഹു ഹാത്തമുൽ അസമിന്റെ കൂടെ 320 റജുലൻ, ഒരു 320 ആളുകൾ കൂടെ ഉണ്ട്. അപ്പൊ 320 പേരും ഹാത്തമുൽ അസമ് നേതാവും ഇങ്ങനെ പോവുകയാണ്. യുരീദുൽ ഹജ്ജ, അവരൊക്കെ പോണത് ഹജ്ജിനാണ്. അലൈഹിം ജിബാബു സൂഫ്, എത്തരത്തിൽ ഈ പോകുന്ന ആൾക്കാരുടെ മേലൊക്കെയുള്ള വസ്ത്രം എന്താ? രോമക്കുപ്പായമാണ്, ജുബ്ബകളാണ്. വലൈസമഹും, ഈ ഹജ്ജിന് പോകുന്ന ഈ സംഘത്തിന്റെ കൂടെ ഇല്ല ജിറാബും തആമുൻ, ഭക്ഷണത്തളികകളില്ല, തോൽപാത്ര വെള്ളങ്ങളൊന്നുമില്ല, ഒന്നുമില്ലാതെ പോവുകയാണ്. അങ്ങനെ ദഖലൂ, അവർ കടന്നു. അലേ റജുലിൻ മിന തുജാരി, കച്ചവടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അടുത്ത് പോയി. കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കൂട്ടപ്പെട്ട ഒരാളാണ്. അയാളത്ത് കടന്നു ചെന്നു. മുതകശിഫിൻ എന്ന് പറഞ്ഞാൽ ചെലവ് വല്ലാതെ ചുരുക്കി അമിതമായി ഒന്നും ചെലവഴിക്കാത്തൊരു മഹാനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് കടന്നു ചെന്നു. യുഹിബ്ബുൽ മസാക്കീന, അദ്ദേഹമാണെങ്കിൽ മിസ്കീന്മാരൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്.
അപ്പൊ ഈ പോകുന്ന ആൾക്കാർ മിസ്കിമാരാണല്ലോ. അപ്പൊ അലാപം ദിൽക്കുള്ള ഇടത്ത അപ്പോൾ ഹാത്തമിന്റെ സംഘത്തിനെ ആ മഹാൻ സൽക്കരിച്ചു അന്നത്തെ രാത്രിയിൽ. ഫലമാക്കാനമിൽ ഓത് പിറ്റേന്നായപ്പോൾ നേരം പുലർന്നപ്പോൾ കാലം റജുലി ഹാത്തമിനോട് അപ്പോഴൊന്നും ചോദിച്ചിട്ടോ, എല്ലാം കഴിഞ്ഞാൽ വിരുന്നേരല്ലേ. പിറ്റേ നേരം പുലർന്നപ്പോൾ ഹാത്തം റളിയല്ലാഹു അൻഹു ഇവരോട് ഈ കച്ചവടക്കാരൻ ചോദിച്ചു, അലക ഹാജത്തുൻ, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇന്നി ഉരീദു അൻ നഊദ ഫഖീഹൻ ലനാ, ഞങ്ങൾക്ക് വലിയൊരു പണ്ഡിതനുണ്ട്, ആ വലിയൊരു പണ്ഡിതനെ ഞാൻ സന്ദർശിക്കാൻ പോവുകയാണ്, അതെനിക്ക് ഉദ്ദേശമുണ്ട്. ഹുവ അലീൻ, അയാൾ രോഗിയാണ്, അപ്പൊ രോഗത്തിൽ കിടക്കുവാനാണ്. അപ്പൊ രോഗിയായ ഒരു വലിയൊരു പണ്ഡിതൻ ഞങ്ങൾക്കുണ്ട്, ആ പണ്ഡിതനെ കാണാൻ ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്റെ കൂടെ പോരണോന്നാണ് എന്നെ ചോദ്യം. ഇത് പറയുമ്പോൾ ഹാത്തം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയാദത്തുൽ മരീദി ഫീകാ ഫളൻ വന്നദറു ഇലൽ ഫഖീഹി ഇബാദത്തുൻ വഅന അജീഉ ഐലൻ മഅക. എന്താ മറുപടി? അപ്പൊ ഹാത്തം റളിയല്ലാഹു അൻഹു പറയുന്നു, ദീന്റെ ചിട്ട, രോഗിയല്ലേ അയാള്, രോഗിയായ ഒരു മനുഷ്യനെ സന്ദർശിക്കുക എന്നുള്ളത് അതിൽ ഔദാര്യമുണ്ട്, പുണ്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, കൂലിയുണ്ട്. മാത്രമല്ല രോഗത്തിൽ കിടക്കുന്ന ഫഖീഹല്ലേ, പണ്ഡിതനല്ലേ, ആ പണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കലും പുണ്യമായിരിക്കുന്ന ഇബാദത്താണ്. അപ്പൊ രണ്ട് കാര്യമുണ്ട്, രോഗിയെ സന്ദർശിച്ചാൽ അതിന്റെ കൂലിയുണ്ട്, പണ്ഡിതനായ ഒരാളാണ് അയാളെ മുഖത്തേക്ക് നോക്കുന്ന ഇബാദത്ത്. ഈ രണ്ട് കാര്യങ്ങൾ നേടിയെടുക്കണം. അതുകൊണ്ട് ഐതണ്ടാക്കാം, നിങ്ങൾ ഏതായാലും പോകല്ലേ, കൂടെ ഞാനും പോരുകയാണെന്ന് ബഹുമാനപ്പെട്ട ആത്തമുൽ അസദ് റളിയല്ലാഹു പറഞ്ഞു. അങ്ങനെ പോയി. അലി മുഹമ്മദ് ബിനുൽ മുഖാത്തിൽ, ആരാണ് ഈ രോഗി അറിയോ? മുഹമ്മദ് മുഖാത്തിൽ എന്ന് പറയുന്ന ആളാണ് ഈ രോഗിയായ ആള്. അയാൾ ആരായിരുന്നു അറിയോ? ഖാദിയർ റയ്യ് നാട്ടിലെ ഖാദിയറാണ് അയാള്. അപ്പോൾ വലിയ പണ്ഡിതനാണല്ലോ. അങ്ങനെ ഇലൽ ബാബി, അങ്ങനെ വീടിന്റെ അടുത്തെത്തി വാതിൽക്കൽ മുട്ടി. ആര്? ഹാത്തമും സംഘവും ഒക്കെ പാടും. ഹസൻ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം വല്ലാത്ത ഒരു അഴകും നല്ല ഒരു ചുറുക്കിനിങ്ങനെ കാണുന്നു. അപ്പോ ചിന്തിച്ച് ആലോചിച്ചുകൊണ്ട് ഹാത്തം റളിയല്ലാഹു അൻഹു നിന്നു. യഖൂലു, മഹാൻ പറയാ, യാ റബ്ബി, എന്റെ റബ്ബേ, ആലിമുൻ അലാ ഹാദൽ ഹാൽ, എന്തൊരു സൗന്ദര്യം, എന്തൊരു സുന്ദരമായൊരു വീട്, എന്തൊരു സംഗതി, നല്ലൊരു സ്വന്തം, ഇതൊരവസ്ഥയിലാണല്ലോ ഈ പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് അതിനലവും. അങ്ങനെ വാതിലൊക്കെ തുറന്നു നോക്കുമ്പോൾ നല്ല സുന്ദരമായ വീടല്ലേ. അപ്പോ പണ്ഡിതൻ എന്തായെന്നറിയാമോ? ഹാത്തം സംഘത്തിന് സമ്മതം കൊടുത്തു കടന്നു വരാൻ. ഫദഖലൂ, അങ്ങനെ കടന്നു, വീട്ടിന്റെ ഉള്ളിൽ കടന്നു. ഫഇദൻ, അങ്ങനെ കടന്നു നോക്കുമ്പോ ദാറു ഖൗറ, വിശാലമായ വലിയൊരു വീട്. ലഹാ സഅത്തുൻ, അതിന് വിശാലതയുണ്ട്, വിശാലമായിരിക്കുന്ന വലിയൊരു വീട് കണ്ടു. വഫീഹാ സുത്തൂറുൻ, അതിൽ കുറെ വിരികളുണ്ട്. അപ്പോഴും ചിന്തിക്കണം, വീടിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ, മുറികൾ കാണുമ്പോൾ ചിന്തിക്കണം. ആര്? ഫബഖിയ ഹാത്തം റളിയല്ലാഹു അൻഹു മുതവക്കിറൻ, അപ്പോഴും ചിന്തിച്ചുകൊണ്ട് ഹാത്തം റളിയല്ലാഹു അൻഹു അവശേഷിച്ചു. സുമ്മ ദഖലു ഇലൽ മജ്ലിസ് അല്ലദി ഹുവ ഫീഹി, പിന്നെ അദ്ദേഹമുള്ള സദസ്സിലേക്ക് ഞങ്ങൾ എന്തായി കടന്നു ചെന്നു. അപ്പൊ നോക്കുമ്പോ ഫൈദം വി പുരുഷം വത്തി, ചവിട്ടി മതിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇരിപ്പാണ്. ഒരു ആകെ നല്ലൊരു പരവതാനി വിരിച്ചിട്ടുണ്ട്. റാക്കിബ്, അതിന്റെ മുകളിലാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. ആരിക്കാതിരെ ഇന്ദറസി, അദ്ദേഹത്തിന്റെ തലഭാഗത്തുണ്ട് താനും ഉലാമുൻ, ഒരു അടിമയുണ്ട്. എന്താ അടിമക്ക് പണി? യദിഹി മിദബ്ബത്തുൻ, അടിമയുടെ കയ്യില് ഒരു വിശറിയുണ്ട്. ആ വിശറിക്കൊണ്ട് ഇങ്ങനെ തലഭാഗത്തിരുന്നു കൊണ്ട് വിശറിക്കൊണ്ടിരിക്കുന്നു, വീശിക്കൊണ്ടിരിക്കുകയാണ്. ചവിട്ടിപ്പോകാൻ പറ്റുന്ന ആ പരവതാനിയിലെ മുകളിലാണ് മൂപ്പർ കിടന്നുറങ്ങുന്നത്. അങ്ങനെ റാസി, അങ്ങനെ എന്തിനു പറയണറിയാമോ? റാസി എന്നാണ് ഇത് കാണുന്നത്. റാസി അങ്ങനെ മൂപ്പര് ഇരുന്നു.
ഹാത്തം അത്തരത്തിൽ ഹാത്തം റളിയല്ലാഹു കാവിങ്ങനെ നിൽക്കുകയാണ്, ഒപ്പര് നിൽക്കുകയാണ്. പക്ഷെ ഇയാൾ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നിട്ടില്ല. അപ്പൊ ഔമയിലേഹി ഇബ്നു മുഖാത്തിൽ അന്നജിലിസ, അവിടെ ഇരിക്ക് എന്നതിലേക്ക് അനജിലിസതാണ്. അവിടെ ഇരിക്കലിനെ ഇബ്നു മുഖാത്തിൽ എന്ത് ചെയ്തു, തല കൊണ്ട് ആംഗ്യം കാണിച്ചവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ വഖാല ഹാത്തം റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ അജ്ലിസു, ഞാനിരിക്കൂല. അല്ലലക ഹാജത്തുൻ, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. വഖാല നഅം, ഉണ്ടെന്ന് പറഞ്ഞു. വഖാല, ഖാദിർ ചോദിച്ചു, മാഹി, അതെന്താണ്? ഖാല ഹാത്തം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മസ്അലത്തൻ, ഒരു മസ്അലയുണ്ട്. എന്താ മസ്അല? അസ്അലുക, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ഖാദിരോട് പറയാണ് ആര്? ഹാത്തം റളിയല്ലാഹു അൻഹു. അൻഹ, മസ്അലയെ കുറിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കുമ്പോ അങ്ങനത്തെ ഒരു മസ്അല എനിക്കുണ്ട്. വഖാല, ഖാദിർ പറയുന്നു, ചോദിച്ചോ. ഖാല, അപ്പോൾ എന്ത് പറഞ്ഞു അറിയാമോ? ഖാദിയാരോട് ഹാത്തം റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ എണീറ്റ് നിൽക്കണം. വസ്തവിചാരിസൻ, അങ്ങനെ എണീറ്റിട്ട്, നിങ്ങളൊന്ന് കിടക്കാതെ എണീറ്റിട്ട് ഇരുന്ന് ശരിക്കൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞു. അലക്ക, ഞാൻ നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ കേട്ടപ്പോ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഖാദിയര് അയാളെന്തായി എണീറ്റ് വസ്തവജാലിസൻ, അങ്ങനെ അയാൾ ഇരുന്നു, നല്ല രീതിയിൽ ഇരുന്നു അയാള്. അങ്ങനെ ഇരുന്നപ്പോ ചോദ്യം ഉരക്കാൻ പോവുകയാണ്, തൊടുത്തു വിടുകയാണ്. ആര്? കുറിക്കൊള്ളുന്ന ചോദ്യം മർമ്മത്തം കൊള്ളും. ഹാത്തം റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഇൽമുക ഹാദാ മിൻ ഐന അഖതഹു, നിങ്ങളെ കയ്യിലുള്ള ഈ അറിവുണ്ടല്ലോ, അത് നിങ്ങൾ ആരിന്ന് പിടിച്ചെടുത്തത്, ആരിന്ന് പഠിച്ചതാണെന്ന് ചോദിച്ചു. ഖാല മിന സിഖാത്തി, വിശ്വസിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരിന്ന് പഠിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹദ്ദസൂനി ബിഹി, ആ ഇൽമു കൊണ്ട് അവർ എനിക്ക് എന്താണെന്നറിയാമോ വർത്തമാനം പറഞ്ഞെന്ന് അങ്ങനെ കിട്ടിയായിരിക്കുന്നു. ഖാല ഹാത്തം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അമ്മൻ, അവര് ആരത്തോട്ട് മനസ്സിലാക്കിയും. ഖാല, അപ്പൊ ഖാദിർ പറയാണ്, അന്ന സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ തൊട്ട് പഠിപ്പിച്ചു. ഖാല അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മൻ, അപ്പൊ ഹാത്തം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നബിന്റെ സ്വഹാബത്ത് ആരിന്ന് പഠിച്ചു? അപ്പൊ ഖാദിർ പറയുന്നു, ഖാല അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ ഭാഗത്തുനിന്ന് പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഖാല ഹാത്തം റളിയല്ലാഹു അൻഹു ചോദിക്കുക, നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മൻ, നബി ആരിന്ന് പഠിച്ചു? ഖാല, അപ്പൊ ഖാദിർ പറയുന്നു, അനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പഠിച്ചു. ഖാല, ഹാത്തം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വ ജിബ്രീൽ അലൈഹിസ്സലാം അമ്മൻ, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ആരിന്ന് പഠിച്ചു? ഖാല, അപ്പോൾ ഖാദിർ പറയുന്നു, അനില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ തൊട്ട്. അപ്പൊ അള്ളാഹുവിൽ ജിബ്രീൽ മുഖാന്തരം നബി എന്ന് സ്വഹാബത്ത് താബിഈ ഇങ്ങനെ കിട്ടിപ്പോന്നാണ് ഈ അറിവ് എന്ന് പറഞ്ഞു ചുരുക്കം. ഖാല ഹാത്തം, അപ്പൊ ഹാത്തം റളിയല്ലാഹു അൻഹു എന്തായി ചോദിച്ചു, ഫബീമ അദ്ദാഹു ജിബ്രീൽ അലില്ലാഹി തബാറക വതആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ തൊട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബിയിലേക്ക് എന്തറിവാണ് വീട്ടിയത്? അത് പറയുക. അദ്ദാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അസ്ഹാബിഹി റളിയല്ലാഹു അൻഹും, നബിന്റെ ആ അറിവ് നബി സ്വഹാബത്തിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. നബിന്റെ അസ്ഹാബ് വിട്ടുകൊടുത്തു. ഇല സിഖാത്തി, വിശ്വസിക്കാൻ പറ്റുന്ന ആളിലേക്ക്. വസിഖാത്തു ഇലൈക, സിഖത്തുകളൊക്കെ നിന്നിലേക്കും വിട്ടു തന്നിട്ടുണ്ട്. അല്ല, ശരിയാണ്. ഹൽ സമീഅത, പിന്നെ ചോദ്യം, ഹൽ സമീഅത മൻ കാന ബി ദാരിഹി അമീറൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ആരെങ്കിലും അവരൊക്കെ അവരുടെ വീട്ടിൽ വലിയ ഭരണാധിപനായിരുന്നു, അമീറായിരുന്നു, കേട്ടിട്ടുണ്ടോ? വകാന ബി ദാരിഹി ഫിർവ വൽ മതാഉൽ ഹസൻ, നല്ലതായ ചരക്കുകളും വിലപിടിപ്പുള്ള രത്നങ്ങളും സമ്പത്തും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനത്തെ വല്ല ആൾക്കാരും കേട്ടിട്ടുണ്ടോ? എന്താ ചോദ്യം? ഇപ്പൊ കാലത്ത് ദാറു ആസ്കത്തൻ, അവിടെ വീടുകളൊക്കെ നല്ല വിശാലമുള്ളതായിരുന്നു. അങ്ങനെ ഉണ്ടോ? കാലത്തിന് പോയി എന്തെല്ലായിത്താൻ മൻസിലത്തുൽ കുബറ, അത്തരം ഒരാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടോ? ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോഴാണ് ഖാദിർ പറഞ്ഞു, ഇല്ല, അതൊന്നുമില്ല. അപ്പോഴാണ് ഖാല, മഹാനായ ഹാത്തം റളിയല്ലാഹു അൻഹു ഖാദിരെ പഠിപ്പിച്ചു, ഫകൈഫ സമീഅത, നിങ്ങൾ എങ്ങനെയാണ് കേട്ടത്? ഖാല,
അപ്പോ കാളിയാര് പറഞ്ഞു കൊടുക്കുന്നു, സമിഅ്തു ഞാൻ കേട്ടു, എന്ത് മൻസാദ ഫിദ്ദുനിയ വറഗബ ഫിൽ ആഖിറതി, ദുനിയാവിൽ അതെല്ലാം വെടിഞ്ഞുകൊണ്ടൊരാൾ ജീവിച്ചാൽ ആഖിറത്തിന്റെ കാര്യത്തിൽ അവൻ ആഗ്രഹിക്കുകയും ചെയ്താൽ വഖദ്ദമ ലിആഖിറതിഹി, അവന്റെ ആഖിറത്തിന് വേണ്ടി അവൻ മുന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ വഅബ്ബൽ മസാകിൻ, സാധുക്കളെ അവൻ ഇഷ്ടപ്പെടുകയും ചെയ്താൽ കാലത്തിനോ ഇന്ദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ട് അവന് അൽ മൻസിലത്തുൽ കുബ്റൽ ആലിയത്തു, ഉയർന്നതായ പദവിയുള്ളൊരു വീട് അവനുണ്ട് എന്ന് പറഞ്ഞു. ഖാല അബൂ ആസിം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഫഅൻത ബിമൻ ഇഖ്തദൈത ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഅസ്ഹാബിഹി സാലിഹീന അം ബിഫിർഔന വഹാമാൻ. അപ്പൊ നിങ്ങള് ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ നബിയോടാണോ പിന്തുടർന്നത്, അതോ നബിന്റെ സ്വഹാബാക്കളോടാണോ പിന്തുടർന്നത്, അല്ല ഫിറഔനും ഹാമാനോടുമാണോ പിന്തുടർച്ച എന്നാണ് ചോദിച്ചു. യാ ഉലമാ അസ്സൂഅ് മിസ്ലുക്കും, യാ ഉലമാ അസ്സൂഅ്, മോശമായിരിക്കുന്ന പണ്ഡിതന്മാരെ, ഉലമാ സൂക്കളെ, മസലുക്കും നിങ്ങൾക്കുള്ള ഉപമ, യറാഹുൽ ജാഹിൽ മുതക്കാലിബു അലദ്ദുനിയാ, നിങ്ങളെപ്പോലത്തവരെന്താണെന്നറിയാമോ കാണും, അൽ ജാഹിലു പമ്പര വിഡ്ഢി, അൽ മുത്തക്കാലിബു അലദ്ദുനിയാ ദുനിയാവ് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ, അർറായുഫിഹ ദുനിയാവിൽ ആഗ്രഹിക്കുന്നവൻ, ഇങ്ങനെയുള്ള ആളുകൾ കാണും നിങ്ങളെപ്പോലത്തവരെ. മോശമുള്ള ആളുകളായ പണ്ഡിതന്മാരെ മനസ്സിലായിക്കോളെ. അങ്ങനെ പോയ കൂലു അൽ ആലിമു അലാ ഹാദൽ ഹാലത്തി, ഒരു പണ്ഡിതൻ ഇതേ അവസരമേലാണെന്നവൻ പറയും, ലാ കൂനു അന ശർറൻ മിൻഹു, അപ്പൊ ഞാൻ അവനേക്കാൾ മോശക്കാരനല്ല എന്ന് നാടൻ പറയും. ചിന്തിക്കൂ, നാടന്മാർ ഇത് പറയുന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്നർത്ഥം. പിന്നീട് മഹാനായ ആത്തം റളിയല്ലാഹു അൻഹു ആ കാളിയാരെ പാഠം പഠിപ്പിച്ചവന്ന് പുറത്തുപോയി. വസ്ദാദ ഇബ്നു മുഖാത്തിൽ മറളൻ, അങ്ങനെ ഇബ്നു മുഖാത്തിന്റെ രോഗം വർദ്ധിച്ചു വന്നു. വഅൻഷദു ഫിസ്സാഅതി ബിത്തഖ്വ ലാ ബിദ്ദുനിയ ലാ ബിജമീഇൽ മാലി, സമ്പത്ത് ഒരുമിച്ച് കൂടണം എന്നതുകൊണ്ടോ ദുനിയാവ് നേടണം എന്നതുകൊണ്ടൊന്നുമില്ലാതെ തഖ്വ കൊണ്ട് വിജയിക്കുക, അതിലാണ് വാടിയത്. ദുനിയാവ് കൊണ്ട് നേട്ടമില്ല, സമ്പത്ത് കൊണ്ട് നേട്ടമില്ല എന്ന് മനസ്സിലാക്കി പാടിയവർ എന്ത്, വലസ്തു അറസ്സഅദത ജംഅ മാലിൻ വലാകിന്ന തുഖാ വസ്സഈദു, വലസ്തു അറസ്സഅദത, വിജയം എന്നുള്ളത് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല, എന്ത് ജംഅ മാലിൻ സമ്പത്ത് ഒരുമിച്ച് കൂട്ടലാണ് എന്ന്. പക്ഷേ എങ്കിലും വലാകിന്ന തുഖാ വസ്സഈദു, ഭക്തി അതാണ് വിജയിച്ചവൻ, അതുണ്ടോ അവൻ വിജയിച്ചു. വതഖ്വല്ലാഹി ഖൈറുൽ സാദി ദുഖ്റാ ഫഇൻദല്ലാഹി ലിൽ അത്ഖാ മസീദു. അപ്പൊ അള്ളാഹനെ പേടിച്ച് ജീവിക്കുക എന്നുള്ളത് നാളെ ആഖിറത്തിലേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ലൊരു ഭക്ഷണമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഭക്തിയുള്ള ആളുകൾക്ക് സ്ഥാനമുണ്ട്. അടുത്ത് തന്നെ അത് വരും. അങ്ങനെ വരിക ഇതിൽ കൂടാതെ കഴിയാത്ത ഒന്ന്, ഒരിക്കലും അത് കഴിയൂല, അടുത്ത് വരിക തന്നെ. എങ്കിലും അങ്ങനെ കഴിഞ്ഞു പോയതൊക്കെ എന്തായി, അകന്നുപോയി, കിട്ടാനിഞ്ഞു മാർഗമില്ല. ഇതാണ് സാധുക്കൾക്കുള്ള ശ്രേഷ്ഠത. ആ കാളിയാരെ ഇവിടൊക്കെ കണ്ട് വന്നിട്ട് മകൻ പറഞ്ഞ പാട്ടുകളും അതുകൾ വിട്ടു തന്നു.